സംരക്ഷിത വനമേഖലയുടെ ബഫർ സോൺ അന്തിമ വിജ്ഞാപനം ഉടൻ പുറത്തിറക്കും. ജനവാസ മേഖലകൾ പൂർണ്ണമായും ഒഴിവാക്കും. കേരളത്തിലെ 17 വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയോദ്യാനങ്ങളുടെയും ബഫർ സോൺ സംബന്ധിച്ച് സംസ്ഥാനം സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പരിഗണിച്ച അന്തിമ വിജ്ഞാപനമാണ് ഉടൻ പുറത്തിറങ്ങുക. സംസ്ഥാന നിർദ്ദേശപ്രകാരം ജനവാസ മേഖലകൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കുമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. വനം മന്ത്രി AK ശശീന്ദ്രനുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയോദ്യാനങ്ങളുടെയും ചുറ്റും എക്കോ സെൻസിറ്റീവ് സോൺ നിർബന്ധമാണെന്ന സുപ്രീം കോടതി വിധി പ്രകാരം 2022 ജൂണിലാണ് കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം ഇറക്കിയത്. തുടർന്ന് 18 വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയോദ്യാനങ്ങളുടെയും ബഫർ സോൺ വീണ്ടും നിർണ്ണയിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ പരിസ്ഥിതി മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. ഇതിൽ മതിഘട്ടംചോല ദേശീയോദ്യാനത്തിന്റെ ബഫർ സോൺ അന്തിമ വിജ്ഞാപനം മാത്രമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. മറ്റുള്ളവ പ്രത്യേക കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. കൂടിക്കാഴ്ചയിൽ സംസ്ഥാന വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് വനം മന്ത്രി കേന്ദ്രമന്ത്രിക്ക് നിവേദനവും നൽകി.